ഹലോ എവ്രി വൺ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റുമായിട്ട് തന്നെയാണ്. കുഞ്ഞിലെ തന്നെ, അതായത് ചെറുപ്രായത്തിൽ തന്നെ ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടു നടക്കുന്ന നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അഗ്നിവീറിൻ്റെ പോസ്റ്റ് അല്ലേ. നമ്മുടെ ആംഡ് ഫോഴ്സിലേക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വരുമ്പോൾ അവരെന്താണ് ഒരു 4 വർഷത്തെ ട്രെയിനിങ് പോലെ എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കാറുണ്ടല്ലേ. വിത്ത് വളരെ നല്ല ഒരു സാലറി പാക്കേജോടെ തന്നെ വിളിക്കുന്ന ഒരു പോസ്റ്റാണ് അഗ്നിവീറിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആംഡ് ഫോഴ്സസിലും അതെന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്, എല്ലാ വർഷവും വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ നേവിയിലേക്കുള്ള ഇന്ത്യൻ നേവിയുടെ കീഴിൽ വരുന്നതിലേക്ക് ഇപ്പോൾ എന്താണ് അഗ്നിവീർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു സ്വപ്നം, നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞൊരു സ്വപ്നം നടക്കാനുള്ള ഏറ്റവും വലിയൊരു ചാൻസ് ആണിത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. 13 മെയ് 13 തന്നെ എന്താണ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ ഫോർമാറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ത്യൻ നേവിയിലെ അഗ്നിവീർ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ SSR MR പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, വാക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. SSR MR പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, SSR-ഉം MR പോസ്റ്റുമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അഗ്നിവീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 4 വർഷത്തെ ഒരു എന്താണ് നമ്മുടെ ഒരു പ്രോസസ്സാണ് അല്ലേ, റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. നമുക്ക് എന്താണ് ജോലി ചെയ്യുക, അവരുടെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക, ജോലി ചെയ്യേണ്ടതാണ്. 4 വർഷമാണ് കമ്പൽസറി പറയുന്നത്. 6 മാസത്തെ ട്രെയിനിങ്ങും ബാക്കി 3.5 വർഷം നിങ്ങൾക്ക് വിത്ത് സാലറിയോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു അവസരം തന്നെയാണ് ആര് ഒരുക്കുന്നത്, അഗ്നിവീർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഒരുക്കുന്നത്. അപ്പം ഈ ഒരു ആംഡ് ഫോഴ്സ് ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത് നല്ലൊരു ചാൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ SSR സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒരു വിളി വന്നിട്ടുള്ളത്. സീനിയർ സെക്കൻഡറി റിക്രൂട്ടും അതുപോലെ തന്നെ MR മെട്രിക് റിക്രൂട്ട് എന്ന് പറഞ്ഞ 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 പോസ്റ്റാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ അതിലെന്താണ് അൺമാരീഡ് ആയിട്ടുള്ള ഒരേ ഒരു കണ്ടീഷനാണ് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ 2 പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിനൊരു കണ്ടീഷനുണ്ട്. സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറഞ്ഞാൽ +2 ലെവലും അല്ലേ 12th ലെവലും, അതേസമയം മെട്രിക് എന്ന് പറഞ്ഞാൽ മെട്രിക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തത്, അതായത് മെട്രിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ 10th ക്വാളിഫൈ ആയിരിക്കണം. 10th ക്വാളിഫൈ ആയിരിക്കണം MR പോസ്റ്റിങ്. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MR മെട്രിക് റിക്രൂട്ടും അതുപോലെ SSR എന്ന് പറഞ്ഞാൽ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറഞ്ഞ രീതിക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഇനി SSR? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ, എന്താണ് SSR പോസ്റ്റ്, ഈ MR പോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും. അത് തീർക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. SSR എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ വേരിയസ് ടാസ്ക്. ഒരുപാട് ടാസ്കിന് അതെന്താണ്, വേരിയസ് ടാസ്കിന് അവരെന്താണ് റിലേറ്റഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ പോസ്റ്റ് പോലത്തെ ഒരു ജോബാണ് കേട്ടോ. SSR എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ പോസ്റ്റിൻ്റെ ജോബാണ്. എന്തുമായിട്ടാണ് ഡീൽ ചെയ്യണതെന്ന് ചോദിച്ചാൽ ഇതെവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് വെപ്പൺസ്. അതായത് നേവിയുടെ, നിങ്ങൾക്ക് അറിയാമല്ലോ നേവി പരമായിട്ടുള്ള ഒരുപാട് ഇങ്ങനത്തെ എന്താണ് നമ്മുടെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഉടമ്പടികളൊക്കെ നടക്കുമ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള വെപ്പൺസിൻ്റെ കാര്യം അതിനെയൊക്കെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസർ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഫീൽഡാണ് മൊത്തം. എന്താണ് അവരുടെ ടോട്ടൽ ഒരു സെറ്റിങ്സ് ഉണ്ടല്ലോ അവിടെ, മെയിൻ്റെനൻസ്, നമ്മുടെ ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുക, നേവി ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഫെസിലിറ്റീസും ഉള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഓപ്പറേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫ്യൂവലൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഷിപ്പിനുള്ള ഫ്യൂവലിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ പ്രോസസ്സിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ആരെന്ന് പറയുന്നത് ഈ SSR-ൽ വരുന്ന കീഴിൽ വരുന്ന ആൾക്കാർ. അവരെന്താണ് മെഷീനറി ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഓപ്പറേറ്റിംഗ് മെഷീനറീസ് ലൈക്ക് റഡാർ, എക്സിക്യൂട്ടിംഗ് മിലിറ്ററി മിഷൻസ്. അതാ പറഞ്ഞ് എന്തെങ്കിലും ഒരു വാർ ഫൈറ്റോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഒക്കെ ഇവരെന്ത് ചെയ്യണം, മിലിറ്ററി മിഷൻസിന് വേണ്ടിയുള്ള ഒരു എക്സിക്യൂഷൻ ആയിട്ടായിട്ട് ഇവരെന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം അല്ലേ. മനസ്സിലായോ? എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നമ്മുടെ ഒരു സ്റ്റാഫ് പോലെയുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു അറ്റൻഡന്റ് പോലെ എല്ലാ കാര്യത്തിനും ഓടി എത്താൻ കണക്കിനുള്ള ആൾക്കാരായിട്ടാണ് ആരെ പറയുന്നത്, നമ്മൾ SSR-നെ പറയുന്നത്. +2 ലെവൽ ക്വാളിഫിക്കേഷനാണ് അവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിൻ്റെ സാലറി ഉണ്ടോ, ഏകദേശം 30 തൊട്ട് 40 ഇടയ്ക്കുള്ള ഒരു സാലറിയാണ്. നിങ്ങൾ 4 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ അത് പറയുന്നത് 30,000 to 40,000 ആണ്. ആ ഒരു ഓരോ ടേം കഴിയും തോറും അതെന്ത് ചെയ്യും, അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അലവൻസ് കാണും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട വേരിയസ് ടാസ്ക് ആണ്, ഒരു മൾട്ടി ടാസ്കിങ് ജോബാണ് ശരിക്കും പറഞ്ഞാൽ SSR എന്ന് പറയുന്ന ഒരു മൾട്ടി ടാസ്കിങ് ജോബാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷിപ്പിൻ്റെ ടോട്ടലി ഉള്ള ഒരു ഇപ്പം നേവൽ ഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോസസ്സുകൾ നോക്കുന്ന ആൾക്കാരായിരിക്കും SSR എന്ന് പറഞ്ഞാൽ. അവരുടെ മിഷൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇവരുള്ളത്. ഓക്കെ, അതാണ് SSRൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ. മെഷീനറീസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും വെപ്പൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇനി അതേസമയം സ്റ്റുവാർഡ് MR പോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, MR പോസ്റ്റ് മെട്രിക്കുലേറ്റിന്, അതായത് 10th ലെവൽ പോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നോക്കിയേ, സ്റ്റുവാർഡ് പോസ്റ്റാണ്. സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു ഹോട്ടലിലൊക്കെ ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ പോയ ഒരു വെയിറ്ററായിട്ട് അല്ലെങ്കിൽ മെനു കീപ്പ് ചെയ്യുന്ന ആളായിട്ട് എന്തെങ്കിലും ആളുകൾക്ക് എന്താണ് ഫെസിലിറ്റേറ്റ് ആയിട്ടുള്ള അവരെന്താണ് ഹോസ്പിറ്റബിൾ ആയിട്ട് വെച്ചിരിക്കുക, അവരെന്ത് ചെയ്യുക, ഒന്ന് കെയർ ചെയ്യുക, പ്രോപ്പർലി എന്ത് ചെയ്യുക, എല്ലാ രീതിക്കും അവരെന്ത് ഓടി നടന്ന് അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുക, അവരുടെ റൂംസ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റുവാർഡ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. യു വിൽ ബി റിക്വയർഡ് ടു സെർവ് ഫുഡ് ഇൻ ദ ഓഫീസേഴ്സ് മെസ്സസ്. ഫുഡാണ് മെയിനായിട്ട് അവർ ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. ഒരു ഷെഫ് അല്ലെങ്കിൽ പോലും ഷെഫ് പോലെയുള്ള കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നിൽക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, വെയിറ്ററായിട്ടൊക്കെ ഉള്ള ഒരു ജോബാണ് എന്ത് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെയിറ്ററായിട്ടുള്ളൊരു ജോബാണ് പറയുന്നത്. വേറെ എന്തൊക്കെ പറയുന്നു നോക്കിയേ, വെയിറ്റേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ്, അവിടത്തേക്ക് എന്താണ് റൂംസ് ഒക്കെ അടിച്ചു വാരുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. 10th ലെവലാണ് ആ ഒരു ക്വാളിഫിക്കേഷനെ കാണും, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് അക്കൗണ്ടിങ് ഓഫ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഇപ്പം അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ മെനു ഒക്കെ കീപ്പ് ചെയ്യുക, അവരുടെ എന്തൊക്കെ സാധനങ്ങളായി അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ മെനുവിങ്ങും അക്കൗണ്ടിങ് സെക്ഷനും ഒക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ അണ്ടർ സ്റ്റോറേജ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ നോക്കുന്നത്. പ്രിപ്പറേഷൻസ് ഓഫ് മെനു, വൈൻ ആൻഡ് സ്റ്റോഴ്സ്, ഈ സ്റ്റോറേജ് കീപ്പിങ്സ്, നമ്മളൊരു കിച്ചണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളും അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി പോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, സ്റ്റുവാർഡ് പോസ്റ്റിലേക്ക് വരുന്നവർ ചെയ്യുന്നത്. സാലറി ഏകദേശം 30,000 വരെ എന്ത് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ ട്രെയിനി ആയിട്ട് കയറുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് ഫയർ ആംസിൻ്റെ കാര്യം, അതായത് ഒരു മിഷൻ, ഒരു വാർ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ട്രെയിൻഡ് ഇൻ ഫയർ ആംസ് ആൻഡ് വിൽ ബി അലൗഡ് ഓഫ് എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് ഓർഗനൈസേഷൻ. പ്രത്യേക ഡ്യൂട്ടീസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ഓർഗനൈസേഷൻ ഈ ഒരു കംപ്ലീറ്റ്ലി ഒരു സെറ്റപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫയർ ആംസ് ട്രെയിനിങ് ഒക്കെ പ്രോപ്പർലി നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ ഈ ഒരു സെക്ഷനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിച്ചിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് ട്രെയിനിങ് ടൈമിൽ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 പോസ്റ്റ് എന്ന് പറയുന്നത്. MR പോസ്റ്റും MR 10th ലെവൽ ആയതുകൊണ്ടാണ് കുറച്ച് ഇച്ചിരി നമ്മൾ കുറച്ച് വർക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനത്തെ നമ്മൾ ഇന്നറായിട്ട് പ്രവർത്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇൻഹോൾഡ് ആയിട്ട് നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്, അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യമേ പറയുന്നുള്ളൂ. അപ്പോൾ സ്റ്റുവാർഡ് എന്ന് പറഞ്ഞാൽ MR നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് പോലത്തെ ഉള്ള കുറേ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ഇതാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ മറ്റേ SSR എന്ന് പറഞ്ഞ ആ സംഭവം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. SSR എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നമുക്ക് വരുന്നത് ടെക്നിക്കൽ പോസ്റ്റിൽ മൾട്ടി ടാസ്കിങ് പോലത്തെ ജോബ്സ് ആണ് അതിലെന്ത് ചെയ്യുന്നത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് SSRൻ്റെ ഇനി എന്തിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ അതിന് യോഗ്യരാണോ? കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെറുപ്രായത്തിലൊരു ജോലി, അത്രയും നമ്മളിപ്പോൾ വിചാരിക്കുന്നുള്ളൂ. ഒരു 4 വർഷത്തിൻ്റെ കഷ്ടപ്പാട്, അത് ശരിയാണ്, 4 വർഷത്തിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്. എന്നാലും ഒരു ജോലി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അതൊന്ന് അച്ചീവ് ചെയ്യുക, നമ്മുടെ സാഹചര്യം കൊണ്ടായാലും നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ അനുസരിച്ച് നമുക്കത് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതെന്താണ് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ SSR വരുന്നത് നമ്മുടെ സീനിയർ സെക്കൻഡറി റിക്രൂട്ടാണ്. അപ്പോൾ അതിനെന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് 10ഉം വേണം, അതുപോലെ +2 വേണം. 10ഉം +2 എന്തിനു വേണം, സീനിയർ സെക്കൻഡറി ആയതുകൊണ്ട് വേണം. അത് ഇച്ചിരി കൂടെ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് 10 +2 വേണം. +2 ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, അഥവാ +2 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, VHSC ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ പഠിച്ചതിൽ എന്ത് വേണം, മാത്സും ഫിസിക്സും വേണം. അതായത് ഒരു സയൻസ് സ്ട്രീം പോലത്തെ ഒരു സബ്ജക്റ്റിംഗ് നിങ്ങൾ പഠിച്ചതിൽ വേണം. മാത്സും ഫിസിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് പഠിച്ചെങ്കിൽ പോലും, VHSC പഠിച്ചെങ്കിൽ പോലും നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, മാത്സോ ഫിസിക്സോ നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ച ടൈമിൽ വരുന്നുണ്ടെങ്കിൽ
അതെന്താണ്, അവരെ പാസ് ചെയ്യിപ്പിക്കും. +2 നോർമൽ അല്ല, സയൻസ് ഫീൽഡുകാരെയാണ് നോക്കുന്നത്. കാരണം ഇതെന്താണ്, കുറച്ച് ടെക്നിക്കൽ പോസ്റ്റ് ആണ്, കുറച്ച് സയൻറ്റിഫിക്കലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും അവരെന്താണ് സയൻസ് സ്ട്രീമുകാരെയാണ് ഇതിനു വേണ്ടി അവരെന്ത് ചെയ്തിരിക്കുക എടുത്തിരിക്കുന്നത്. വെപ്പൺസുമായിട്ടൊക്കെ ഉള്ള കുറേ ഡീലപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു മാത്തമെറ്റിക്സ് ഫിസിക്സ് അറിഞ്ഞിരിക്കുന്നവരെ എന്ത് ചെയ്യുന്നത് എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം. പിന്നെ എന്താണ് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ എന്ത് വേണം നിങ്ങൾക്ക്, ഓർ VHSC അല്ലെങ്കിൽ ഓർ എന്താണ് 3 ഇയർ എന്തുണ്ട് ഡിപ്ലോമ വേണം. അവിടെ എവിടെ വേണം, എഞ്ചിനീയറിംഗിൻ്റെ ഫീൽഡുകളുണ്ടല്ലോ ചില 3 ഇയർ. നമ്മൾ 10 കഴിഞ്ഞിട്ട് ചിലരെന്താ പോളി പോലെയുള്ള സംഭവങ്ങൾ പഠിക്കാൻ പോലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡയറക്റ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എന്താ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽസ് ഇത്രയും പറഞ്ഞ സ്ട്രീം ഉണ്ടല്ലോ. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരോ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയോ IT പഠിച്ചവരോ ഇതിലെന്തെങ്കിലും ഇവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒന്നീ സയൻസ് സ്ട്രീം പഠിക്കണം, അല്ലെങ്കിൽ VHSCയിൽ മാത്സും ഫിസിക്സും ഉൾപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനു വേണ്ടി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ MR ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എന്താണ് 10th പാസ്സായിരിക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിലും എന്താണ് 50% മാർക്ക്. അതായത് അത്യാവശ്യം പഠിക്കുന്നവർ തന്നെയാണ് അവരെടുക്കുന്നത് അല്ലേ. 50% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം. 10ലായാലും +2ലായാലും നിങ്ങൾ 50% മാർക്കിൽ കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. MR ആണെങ്കിൽ ഒന്നും നോക്കണ്ട, 10th പാസ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ, +2 ചോദിക്കുന്നില്ല, 10th മാത്രം. അതിലെന്താണ് 50% മാർക്ക് ഉണ്ടാവണം. ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. 50% മാർക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം പഠിക്കുന്നവരായിരിക്കും നിങ്ങളെന്ന് നിങ്ങൾക്കും അറിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഇതിനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. 10 +2 ക്വാളിഫിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ. ഇതെന്താണ് പുതിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു യോഗ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അതിനുള്ള അപ്ലൈ ഓൺലൈൻ എന്നാണ് 13/5 തുടങ്ങി. മെയ് 13 തന്നെ എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു. കാണുന്നുണ്ടല്ലോ 13/5 സ്റ്റാർട്ട് ചെയ്തു. 13/5 സ്റ്റാർട്ട് ചെയ്തു. എന്ന് വരെ ഉണ്ടടാ 27/5/2024 വരെ ടൈമുണ്ട്. ഏകദേശം 25ഓട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോലി അത്ര അത്യാവശ്യമായിട്ട് നിൽക്കുന്നവർ ഉടനെ തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ ഓടിപ്പോയി അപ്ലൈ ചെയ്യണം കേട്ടോ. ഓടിപ്പോയി അപ്ലൈ ചെയ്തോണം. 27/5/2024 വരെയാണ് ഡേറ്റ്. ഈ മാസം 27 വരെ ഉള്ളൂ ഡേറ്റ്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ഫീ ആണെങ്കിൽ എത്ര വരുന്നുണ്ട്, ജനറൽ OBC SC ST എല്ലാവർക്കും 550 തന്നെ കേട്ടോ പറയുന്നത്. 550 തന്നെയാണ് പറയുന്നത്. 550 പ്ലസ് GSTയും കൂടെ ഉണ്ട് കേട്ടോ. 550 GST ഒരു 18% എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 18% ഉള്ളത് കേട്ടോ. 18% GST വരുമ്പോൾ ഏകദേശം ഒരു 600 സംതിങ് റേഞ്ചോ അങ്ങനെ എന്തോ വരും കേട്ടോ. എന്തായാലും നിങ്ങളത് മനസ്സിലാക്കി തന്നെ പോവുക. 550 അവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ പ്ലസ് GST എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വാല്യൂ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നോക്കി വേണം പോവാൻ നിങ്ങൾ. അപ്പം ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിക്കോ. ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു മെയിൻ കാര്യം എന്തായിരിക്കും, ഏജ് ആയിരിക്കും അല്ലേടാ. ഏജ് അല്ലേ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം. ഏജ് നിങ്ങളുടെ കറക്റ്റ് ഏജിലാണോ, നിങ്ങൾ ഈ ലിമിറ്റിലാണോ വന്നതെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓൾ ദ കാൻഡിഡേറ്റ്സ് ഏജ്ഡ് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ. 17.5ക്കും 21 വയസ്സിനും ഇടയ്ക്കാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇത് കുഞ്ഞു കുട്ടികളുടെ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ പഠിച്ചിറങ്ങി 10 +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്കുള്ള യോഗ്യതാ പോസ്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്ര വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ എന്തിലേക്ക് ചേരാൻ പറ്റൂ, അഗ്നിവീറിലേക്ക് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഇതിനിടയ്ക്കാണെങ്കിൽ നിങ്ങൾ അത്രയും എടുത്ത് ശ്രദ്ധിച്ചോ. 1 നവംബർ 2003-നും 30 ഏപ്രിൽ 2007-നും ഇടയ്ക്ക് ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഡേറ്റിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റ് കറക്റ്റാ മനസ്സിലാക്കിക്കോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. 21 വയസ്സ് കുഞ്ഞു കുട്ടികൾക്കുള്ള ജോലി ഓപ്പർച്യൂണിറ്റിയാണ് അഗ്നിവീർ. യങ്സ്റ്റേഴ്സിനുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങുക. ഇനി എന്താണ് മിനിമം ഹൈറ്റ് സ്റ്റാൻഡേർഡ് നോർമലി ഉള്ളതുപോലെയല്ല. അഗ്നിവീർ മെയിലിനും ഫീമെയിലിനും എന്താണ് 157 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. 157 സെൻറ്റിമീറ്ററാണ് പറയുന്നത് കേട്ടോ. 157 സെൻറ്റിമീറ്റർ.
കുറവല്ലേ? മെയിൽ കാറ്റഗറിക്ക് അത് 187 കുറവാണ്. അപ്പോൾ അതെന്താണ്, അത്ര നല്ലൊരു രീതിക്കാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേണിൽ വരുന്നവരാണെങ്കിൽ, ഈ ഒരു ക്രൈറ്റീരിയ പാസ്സാവുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഹൈറ്റ് പറഞ്ഞു 157 പറയുന്നത്. പിന്നെ എന്താണ്, നിങ്ങളുടെ ചെസ്റ്റ് എക്സ്പാൻഷൻ, മെഡിക്കൽ ടെസ്റ്റിലൊക്കെ ചെസ്റ്റ് എക്സ്പാൻഷനൊക്കെ ചെയ്യും. അത് 77 സെൻറ്റിമീറ്ററാണ് എക്സ്പാൻഷൻ പറയുന്നത്. നമ്മൾ നോർമൽ ബാക്കി പ്രൊസീജിയർ പോലെയല്ല, ബാക്കി എക്സാംസിൻ്റെ പോലെയല്ല, 77 സെൻറ്റിമീറ്റർ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി എന്താ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണമല്ലോ. എന്താണ് ഇനി, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്. സെക്കൻഡ് സ്റ്റെപ്പാണ് എന്താന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്ടാ അവർ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈറ്റീരിയ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നോക്കുക നിങ്ങൾ. 1.6 കിലോമീറ്റർ റണ്ണാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ. 2 പേർക്കും ഉണ്ട്, മെയിലിനും ഫീമെയിലിനും ഉണ്ട്. 1.6 കിലോമീറ്റർ റൺ. എത്ര മിനിറ്റ് കൊണ്ട്? മെയിൽ ആണെങ്കിൽ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ടും, ഫീമെയിൽ ആണെങ്കിൽ എത്ര മിനിറ്റ്? 8 മിനിറ്റ് കൊണ്ട് ഓടിയെടുക്കണം കേട്ടോ. 8 മിനിറ്റ് കൊണ്ടാണ് ഓടിയെടുക്കേണ്ടത്. 1.6 കിലോമീറ്റർ 1600 മീറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. 6 മിനിറ്റ് 30 സെക്കൻഡ് മെയിലിനും ഫീമെയിലിനും 8 മിനിറ്റ്സും. പിന്നെ എന്താ, സ്കോട്ട് ചെയ്യുക എന്നറിയാലോ. ഉത്തക് ബൈഠക് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ സാധനം ഉണ്ടല്ലോ, സിറ്റപ്സ് പോലെ സ്കോട്ട്സ് ചെയ്യാറുണ്ടല്ലോ, അതാ പറയുന്നത്. സ്കോട്ട്സ് നമ്മളിങ്ങനെ സ്കോട്ട് ചെയ്യുക എന്ന് പറയും. നമ്മളിങ്ങനെ ഹാഫ് ബെൻഡായിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അതാണ് സ്കോട്ട്സ് എന്ന് പറയുന്നത്. അത് മെയിലിന് എത്രയാണ്ട 20യും ഫീമെയിലിന് 15നും. ഒരു ടൈം ലിമിറ്റ് വയ്ക്കും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, 1 മിനിറ്റ് ടൈം ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ള കാര്യമായിരിക്കും പറയുന്നത്. പിന്നെ പുഷപ്പ് ഉണ്ട്. പുഷപ്പ് എടുക്കുക എല്ലാവർക്കും അറിയാം. കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ 2 കൈയും വെച്ച് ചെയ്യുന്ന കാര്യമാണ്. 15 എണ്ണമാണ് ആര് ചെയ്യേണ്ടത്, മെയിലും 10 എണ്ണം ഫീമെയിലും ആണ് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക, എന്താണ് സ്കോട്ട് എന്ന്, പുഷപ്പ് എന്ന്. നോർമലി ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും ഇതൊക്കെ എന്താണെന്ന്. പിന്നെ എന്താ, ബെൻഡ് നീ സിറ്റപ്സ്. ബെൻഡ് നീ സിറ്റപ്സ് എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യത്തില്ലേ, നമ്മുടെ കാല് പൊക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് ബെൻഡ് നീ സിറ്റപ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഗൂഗിളും കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആവും എന്താണ് ഈ ഒരു ടേംസ് മനസ്സിലാക്കുന്നതെന്ന്. എന്തായാലും അത് നോക്കുക. പിന്നെ എന്താണ്, സ്പോർട്സിൽ അത്യാവശ്യം സ്കില്ലുള്ളവർ, കാരണം അറിയാലോടാ, ഇത് ഒരു നേവി, നമ്മൾ ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ് ഫിസിക്കലി നല്ലപോലെ ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. സ്പോർട്സിൽ അത്യാവശ്യം നിങ്ങളുടെ ബോഡി അത്രയും ഫിറ്റ് ആവാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ സ്വിമ്മിങ് അറിയാലോ, ഇന്ത്യൻ നേവലിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് സ്വിമ്മിങ് അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തിരിക്കണം. എന്ത് കാര്യം ചെയ്താലും ആ ഒരു ഊർജ്ജവത്തോടെ. നിങ്ങളുടെ ഏജ് അതാണല്ലേ, 17 to 21 എന്നുള്ളൊരു ഏജ് ഗ്രൂപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഫിസിക്കലി, അല്ലാതെ എന്താണ് ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നവരാവരുത്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും അവരെന്ത് ചെയ്യുന്നത് എടുക്കുന്നതെന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. അവരുടെ ബോഡി എന്താണ്, അത്രയും ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളവരാണ് അവർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത്. റണ്ണിങ് ഉണ്ട്, സ്കോട്ട് ഉണ്ട്, പുഷപ്പ് ഉണ്ട്, ബെൻഡ് നീ സിറ്റപ്സ് ഉണ്ട്. ഫീമെയിലിനും ഉണ്ട്, മെയിലിനും ഉണ്ട് കേട്ടോ. ആ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കിക്കോ കൃത്യമായിട്ട്. ഓക്കെ, ഡീറ്റെയിൽസ് എന്താണെന്ന് കറക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി അടുത്ത് വരുന്നത് എന്താണ്, മെഡിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ. മെഡിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത്. ഇതൊക്കെ എന്താണ്, നമ്മുടെ എക്സാമിനേഷൻ, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പറയുന്നത് കേട്ടോ. ഫിസിക്കലായാലും ഈ മെഡിക്കൽ ടെസ്റ്റ് ആയാലും, മെഡിക്കലൊക്കെ ലാസ്റ്റാണ് നടക്കുന്നത്. മെഡിക്കൽ ടെസ്റ്റ് ബാക്കി എല്ലാത്തിലും നമ്മളിപ്പോൾ RPF-ന്റെ ചെയ്തു, GD-യുടെ ചെയ്തു, ഇതിലെല്ലാം മെഡിക്കലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമ്മുടെ ഫുൾ ബോഡി എന്തായിരിക്കണം, പ്രോപ്പർലി ക്ലീൻ ആയിരിക്കണം. നമ്മളൊരു മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഫസ്റ്റ്ലി അറിയേണ്ടത് നിങ്ങളുടെ ഫുൾ ബോഡി എന്താണ്, പ്രോപ്പർലി ക്ലീൻഡ് ആയിരിക്കണം. നിങ്ങളുടെ ഹെയർസ് ഒക്കെ എന്താണ്, അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്തിരിക്കണം. മെൻസ് ആണെങ്കിൽ ആംപീറ്റിലുള്ള ഹെയർ ആയാലും ചെസ്റ്റിലുള്ള ഹെയർ ആയാലും ഇതെല്ലാം മാറ്റിയിട്ട് വേണം പോകാൻ. പ്രോപ്പർലി നിങ്ങളുടെ എന്താണ് നോസ് ആയാലും പല്ലായാലും എല്ലാം എന്താണ് പ്രോപ്പർലി ക്ലീൻഡ് ആയിരിക്കണം കേട്ടോ. ഒരു വൃത്തികേടായിട്ട് പോകാൻ പാടില്ല. ഇയേഴ്സിലൊക്കെ എന്താണ് നമ്മുടെ അഴുക്ക്, വാക്സ് ഒന്നും ഇരിക്കാൻ പാടില്ല. അതെല്ലാം റിമൂവ് ചെയ്തിട്ട് പ്രോപ്പർലി വേണം പോകാൻ. പിന്നെ എന്താണ്, നമ്മുടെ ബോഡി ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്. ഫുൾ ബോഡി ചെക്കപ്പ്, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, നമ്മുടെ കൊളസ്ട്രോൾ, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കാറുണ്ട്. ഓർഗൻ ചെക്കപ്പുകൾ നടത്താറുണ്ട്. എന്തെങ്കിലും മഞ്ഞപ്പിത്തം പോലുള്ള അങ്ങനത്തെ അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. ഹാൻഡ് സ്വെറ്റിംഗ് ഒക്കെ നോക്കാറുണ്ട്. എല്ലാം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പ്രോപ്പർലി മാനേജ് ആയവർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇങ്ങനത്തെ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ പാസ് ആവുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഓർഗൻ ചെക്ക് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വിഷൻ ടെസ്റ്റ് 6/6 തന്നെയാണ് പറയുന്നത്. അത്രയും നല്ല കാഴ്ചശക്തി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ ഹിയറിംഗ് ടെസ്റ്റ്, ഡെന്റൽ, നോസൽ ടെസ്റ്റ്, സ്റ്റാൻഡിങ് ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ
നമ്മുടെ GD മെഡിക്കലിലും പറഞ്ഞു, RPF മെഡിക്കലിലും പറഞ്ഞു. അതാണ് എടുത്ത് പറയാത്തത്. ഇതെല്ലാം എന്താണ് കോമൺ പ്രൊസീജിയറാണ്. കുറച്ചും കൂടെ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ആര് നോക്കുന്നത്, നമ്മുടെ അഗ്നിവീർ പോസ്റ്റിലേക്ക് സെലക്ട് ആവുന്നവർ. കാരണം ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി എഴുതുന്നവരുണ്ട്, ക്വാളിഫൈ ആവുന്നവരുണ്ട്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. അപ്പോൾ ഇതാണ് ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്, ഓർഗൻ ചെക്കപ്പ് ഉണ്ട്, നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട്. നമ്മളെ സ്റ്റാൻഡിങ് ടെസ്റ്റ് നോക്കും, നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന നോക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും സർജറീസ് നിങ്ങൾ കഴിവതും മനസ്സിലാക്കുക, എന്തെങ്കിലും സർജറീസ് നിങ്ങൾ നിങ്ങളുടെ ബോഡി ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം 1 ഇയർ ടൈം, ആ 1 ഇയർ ടൈം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, മെഡിക്കലി ഫിറ്റ് ആണെന്ന് അവർ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി വരുന്നത് എന്താണ്, സിലബസ് ആണല്ലേ, നമ്മുടെ സിലബസ് ആണ് പറയുന്നത്. അപ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനുള്ള സിലബസ് ആണ് പറയുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനുള്ള സിലബസ് ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് ടയറിൽ വരുന്നത്. ഫസ്റ്റ് പ്രിലിംസ് പോലെ നമ്മൾ ഫസ്റ്റ് പാസ്സാവേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഏതൊക്കെ ഉണ്ടടാ, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സയൻസ് ഉണ്ട്, GK ഉണ്ട് കേട്ടോ. ഇത്രയും സബ്ജക്റ്റ് ആണുള്ളത്. സയൻസ് ഉണ്ട്, GK ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത്രയും അറിയുന്നവരെയാണ്. ഏറ്റവും ബേസ് ആയിരിക്കും കേട്ടോ. വലിയ എന്താണ് നമ്മൾ SSC RRB പഠിക്കുന്ന പോലെ അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും അത്യാവശ്യം ലെവലപ്പായിട്ട് ഒരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്വാളിഫൈ ആവാൻ പറ്റുന്നത് തന്നെയാണ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാ, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻസ് 20 വെച്ചായിരിക്കാം വരുന്നത്. അപ്പം അതിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ എന്താണ്, കറക്റ്റ് ആൻസേഴ്സിനാണെങ്കിൽ 1 മാർക്കും, നെഗറ്റീവ് ആണെങ്കിൽ എത്ര മാർക്കടാ, 1/4 മാർക്സും ആണ് കേട്ടോ. 1/4 എന്ന് പറഞ്ഞാൽ എത്ര, 4 ചോദ്യം തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ നിങ്ങൾ ശരി ഉത്തരമാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തെറ്റ് എഴുതി 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റായി, 4 ക്വസ്റ്റ്യൻ തെറ്റായ 1 മാർക്ക് പോകും. അങ്ങനെ 1/4 ആണ് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇപ്പം അതാണ് പറയുന്നത്. ഇത്രയും പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഏജ് ലിമിറ്റ് പറഞ്ഞു, ഹൈറ്റിൻ്റെ മെഷറിങ് പറഞ്ഞു, പിന്നെന്താ ഫീമെയിൽ മെയിൽ കാറ്റഗറിക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ടൈം അടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എത്ര തൊട്ട് എത്ര വരെയാണ്, 13 മെയ് തൊട്ട് ഈ മാസം 27-ാം തീയതി വരെയോ 25-ാം തീയതി വരെയോ എന്ത് മാത്രമേ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്ത് സ്റ്റാർട്ടാക്കിക്കോണം. ഏകദേശം പെട്ടെന്ന് തന്നെ 25ഓട് കൂടി തന്നെ 27-ാം തീയതി വരെ തന്നെയാണ്. അപ്പോൾ 25-ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് സ്ട്രീം പഠിച്ചാണോ, 10+2 ക്വാളിഫിക്കേഷൻ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത്, ആ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ ജോലി വേണമെങ്കിൽ ഉടനെ തന്നെ ഇതിനു വേണ്ടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.